ഞാൻ ചീരഞ്ചിറ സെൻറ്റ് ജോർജ് ഇടവക ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജിബി ഫിലിപ്പ്, എൻ്റെ വൈഫ് ജിൻസി, മകൾ ഡോണ, ഒരു മകനുണ്ട് ഡെയിൻ. ഞാനിവിടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. ഇതിൽ 1-1.5 കൊല്ലം മുമ്പ് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ എൻ്റെ മകളുടെ ആവശ്യങ്ങൾക്കാണ് സാക്ഷ്യം പറയുന്നത്. അതിന് സാക്ഷ്യത്തിന് 2ാം പ്രാവശ്യവും എന്നെ ഇവിടെ കയറ്റി നിർത്തിയ പ്രകാശന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മകളുടെ കാര്യം ആദ്യം പറയാം. മകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. 2 ടെസ്റ്റും പാസ്സായില്ല. 3ാമത്തെ പ്രാവശ്യം ഇപ്പോൾ അവൾ പഠിക്കാൻ പോകേണ്ട സമയമായപ്പോഴത്തേക്കിന് ക്ലാസ് പിന്നെയും ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ക്ലാസ് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവളെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ച് അവൾ ആ ഉടമ്പടിയിലെടുത്തതിന് ശേഷം ഉടമ്പടി നിയോഗത്തിൽ വെച്ച് അവൾക്ക് പെട്ടെന്ന് പാസ്സാകാൻ വേണ്ടി അങ്ങനെ ആ 3ാമത്തെ ടെസ്റ്റിന് അവൾ പാസ്സാകുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അതിനുശേഷം അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ജർമ്മൻ ഭാഷ പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പലർക്കും അറിയാം, ഭാഷ പഠിച്ച് പലരും പാസ്സാകാതെ വർഷങ്ങളോളം നടക്കുന്ന സാഹചര്യത്തിൽ അവൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ ആദ്യം കൊച്ചിയിലാണ് സെൻറ്റർ വെച്ചിരുന്നത്. കൊച്ചി സെൻറ്റർ വെച്ചാൽ ആദ്യത്തെ പരീക്ഷയിൽ 2 മൊഡ്യൂളേ കിട്ടിയുള്ളൂ. 2ാമത്തെ മൊഡ്യൂൾ തിരുവനന്തപുരത്ത് വെച്ച് 2ാമത്തെ മൊഡ്യൂൾ 2ഉം പാസ്സായില്ല. അപ്പോൾ കൂടുതൽ വിഷമമായി അവൾ അടുത്ത പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോഴത്തേക്കിന് മാതാവിനെ നിയോഗം വെച്ച് ഞാൻ 4 മൊഡ്യൂളും പാസ്സാവുകയാണെങ്കിൽ കൃപാസന മാതാവിനോട് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നുള്ള നിയോഗം വെച്ചുകൊണ്ട് അവൾ ആ ഉടമ്പടി പുതുക്കി. അതിന് പ്രകാരം അവൾക്ക് മാർച്ച് 23-ാം തീയതിയുള്ള ഡേറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ 23-ാം തീയതി ഞങ്ങൾക്ക് 23-ാം തീയതി അപ്പോയിൻമെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ 23-ാം തീയതി അപ്പോയിൻമെൻറ്റ് വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് അന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു കൊച്ചിൻ്റെ മാമോദിസയാണ്. അതാണ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. സാധാരണ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ നിന്നൊക്കെ അപ്പോയിൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ അവർ അതിനകത്തോട്ട് കയറ്റുള്ളൂ. അപ്പോൾ ഞാനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് രാവിലെ അവിടെ പോവാം, എന്തെങ്കിലും തരത്തിൽ കയറാൻ പറ്റുമെങ്കിൽ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരോട് രാവിലെ അവിടെ ചെന്നു. 9 മണിയായപ്പോൾ അവിടെ ചെന്ന് കയറി. അപ്പോൾ അവർ ചോദിച്ച് നിങ്ങൾ ഡേറ്റ് എപ്പോഴാണ് കിട്ടിയത്, സമയം എപ്പോഴാണ് കിട്ടിയത്? ഞങ്ങൾ 9 പറഞ്ഞ് കയറി, കള്ളം പറഞ്ഞ്. എങ്കിലും അവിടെ ചെന്ന് അവർ ഡേറ്റൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ പേര് അതിനകത്തില്ല. അപ്പോൾ ചോദിച്ചു ഡേറ്റ് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അവൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് രാവിലെ വന്നതാണ്, ഞങ്ങൾക്ക് ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 23-ാം തീയതി 27-ാം തീയതി ഡേറ്റ് കിട്ടേണ്ടത് ഞങ്ങൾക്ക് പെട്ടെന്ന് അത് ഓട്ടോമാറ്റിക് 7-ാം തീയതി ഡേറ്റിലോട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ ആ കറക്റ്റായിട്ട് പോയിരുന്നെങ്കിൽ 27-ാം തീയതി ഡേറ്റേ കിട്ടുകയുള്ളായിരുന്നു. അപ്പോൾ മാതാവ് അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ 7-ാം തീയതി ഡേറ്റ് എടുത്ത് പോകുന്ന ഒരു 2-3 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ഒരു ദിവസം പോലും ഒഴിവാക്കാറില്ല. അങ്ങനെ ആ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു 7-ാം തീയതി ഡേറ്റ് എടുത്തിരിക്കുന്നവർ പ്രാർത്ഥിച്ചു. കാരണം അവരുടെ ഒരു ഗോൾഡൻ 7 ഈശോ കാണിച്ചു തരുന്നുണ്ട്. ആ ഡേറ്റ് എടുക്കുന്നവർ നല്ലതായിട്ട് പ്രാർത്ഥിച്ചു, ദൈവ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ആ ഒരു 7-ാം തീയതി ഡേറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ആ ഫംഗ്ഷൻ വന്ന ആ ഡേറ്റ് തന്നെ മാതാവ് ഈ അപ്പോയിൻമെൻറ്റ് അവിടെ ഓർഡർ ചെയ്ത് തന്നെ. അപ്പോഴത്തേക്കിന് ഞങ്ങൾ അവിടെ ചെന്ന് ആ ഡേറ്റ് ഞങ്ങൾക്ക് മാറി കിട്ടിയത് 7-ാം തീയതി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഫംഗ്ഷൻ മാതാവ് തന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ 7-ാം തീയതിയിലെ ഡേറ്റിൽ അവൾ പോയി പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പം അവൾ ബാക്കിയുള്ള 2 മൊഡ്യൂളും പാസ്സായി. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഡേറ്റൊക്കെ കിട്ടി, 4 മൊഡ്യൂളും പാസ്സായി. അപ്പോൾ പിന്നെ അവൾ ജർമ്മനി പോകാനുള്ള പ്രോസസ്സൊക്കെ കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൾക്ക് വിസയുടെ ഇൻ്റർവ്യൂവിനുള്ള 12-ാം തീയതി ഡേറ്റ് കിട്ടി. ഈ 12-ാം തീയതി ഡേറ്റ് ഞങ്ങൾക്ക് ജൂൺ 12-നാണ് ഈ വിസയുടെ ഇൻ്റർവ്യൂവിന് കിട്ടിയത്. ആ ഡേറ്റ് പ്രകാരം ഞങ്ങൾ അവിടെ പോയി എല്ലാം പേപ്പറും എല്ലാം കൊടുത്തു. സാറിന് 1 മാസത്തിനുള്ളിൽ ജൂലൈ 12 ആകുമ്പോഴത്തേക്കിന് വിസ അടിച്ചു വരേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്ക് 12-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി കഴിഞ്ഞിട്ടൊന്നും വിസയ്ക്ക് യാതൊരു അനക്കവും ഇല്ല. കുറേ ദിവസം അപ്പം ബാക്കിയുള്ള കുറേ പിള്ളേർക്കൊക്കെ ഈ ബാംഗ്ലൂർ ഡേറ്റ് എടുത്തവർക്കൊക്കെ ആ ദിവസം തന്നെ വരികയും ചെയ്തു. പക്ഷേ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് എടുത്ത് 3 പിള്ളേരെ ഉള്ളായിരുന്നു. അവർക്ക് 3 പേർക്കും വന്നില്ല. അങ്ങനെ മെയിൽ വിടാൻ പറഞ്ഞ് ഞങ്ങൾ മെയിൽ വിട്ടപ്പോഴത്തേക്കിന് അവർ പറഞ്ഞു നോക്കാം, അയച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ അടുത്ത 17-ാം തീയതി വീണ്ടും ഞങ്ങൾക്ക് മെയിൽ വിട്ട് എന്നാലെ വിസ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാളെ അയച്ചേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡേറ്റിൽ അവർ അയച്ചെന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ട് ഞങ്ങൾക്ക് ഈ വിസ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ സാധാരണ രീതിയിൽ ബാംഗ്ലൂരിൽ നിന്ന് അയച്ചാൽ 3-ാം പൊക്കം ഇവിടെ വരേണ്ടതാണ്. 3 ദിവസം കഴിഞ്ഞ് വിസയ്ക്ക് ഒരു അനക്കവും ഇല്ല. ഞങ്ങൾ അന്വേഷിക്കാവുന്ന എല്ലാ കൊറിയറിലും പോയി അന്വേഷിച്ചപ്പം മനസ്സിലായി ബ്ലൂ ഡാർട്ട് എന്നുള്ള ഒരു കൊറിയറിലാണ് അവർ അയക്കുന്നത്. ബ്ലൂ ഡാർട്ട് ചെന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ അതിന് അക്സസ് ഇല്ല. കോട്ടയത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ വന്നിട്ടില്ല.
അവർ പറയുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അവർ അയച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അവർ ബ്ലൂ ഡാർട്ടിലല്ല ഒരു കൊറിയറിലും അയച്ചിട്ടില്ലെന്നാണ് പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ അവിടെ ആ പട വിഷമിച്ച് കോട്ടയത്ത് ബ്ലൂ ഡാർട്ടിൽ ഇരുന്നപ്പോഴത്തേക്കിന് അവിടുത്തെ ആ മാനേജർ പറഞ്ഞു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളോട് വീണ്ടും പറഞ്ഞു, ഞങ്ങളോട് എനിക്കറിയാവുന്ന 2-3 പേരുണ്ട്, ഞാൻ അവരോട് ഞങ്ങളുടെ അഡ്രസ്സ് കൊടുത്തും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നോളാം. ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരുന്ന് മാതാവിനോട്, കൃപാസന മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച്. കാരണം തിങ്കളാഴ്ചയോടെ വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടത്തില്ല. ബാക്കിയുള്ള പിള്ളേർക്കെല്ലാം ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെയാണ്. ഞങ്ങൾക്ക് വിസ വന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും ദിവസമായിട്ട് വിസ വന്നുമില്ല, ഇത് എവിടെയാണെന്നൊരു പിടിയുമില്ല. ഇത് വന്നാൽ തന്നെ എങ്ങനെ കിട്ടും ടിക്കറ്റ് എടുക്കും? ആകെപ്പാടെ ഞങ്ങൾ അവിടെ ഇരുന്ന് ആ ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ കുത്തിയിരുന്ന് കൃപാസന മാതാവിൻ്റെ പത്രം വെച്ചിരുന്ന് കരഞ്ഞ്. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് നിങ്ങളുടെ വിസ അവരയച്ചതാണ്, ചങ്ങനാശ്ശേരി ഇതിന് അക്സസ് ഇല്ലാത്ത കാരണം ഇത് തിരിച്ച് കൊച്ചിയിൽ പോയി. അപ്പോൾ സമയം ഏകദേശം 3:30 3:30 കഴിഞ്ഞ് അവർ 5 മണിയാകുമ്പം ഇവരുടെ വിസ ഓഫീസ് അടയ്ക്കും. ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ആ പാടെ വിഷമമായി. പിന്നെ അവർ വിസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച 3 തൊട്ട് 5 വരെയാണ് സമയം. ഈ സമയത്ത് അവിടെ ചെന്നാലേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ദിവസം കഴിഞ്ഞു പോവും, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു. അപ്പം ഈ കൊച്ചിയിലെ വിസ ഓഫീസ് ഞങ്ങളെ വിളിക്കുന്നില്ല, ഈ മാനേജർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ വിസ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കൊച്ചിയിലെ വിസ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വിസ ഇവിടെ നിന്നിട്ടുണ്ട്, നിങ്ങളൊരു 5 മണിക്കുള്ളിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് 5 മണിക്കുള്ളിൽ ഒരു കാരണവശാലും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളവരോട് ചോദിച്ചു ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ, അവിടെ എറണാകുളത്ത് ഞങ്ങൾക്ക് കസിനുണ്ട്, അവരാരെങ്കിലും പറഞ്ഞു വിട്ടാൽ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സാധാരണ രീതിയിൽ നമ്മൾ നേരിട്ട് ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുത്തു വിട്ടാൽ മാത്രമേ ഒരാൾക്ക് ആ ഒരു വിസ കൈമാറ്റം ചെയ്യത്തുള്ളൂ, നമ്മളല്ലാതെ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഈ കാര്യത്തിൽ മാതാവ് ഒരുപാട് കൃപ തന്നു വെച്ചാൽ ഈ പേപ്പറെല്ലാം ഞങ്ങൾ ഫോണിൽ കാണിച്ച് അദ്ദേഹം അവിടെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായിട്ട് വന്നതാണ്. കാരണം വെച്ചാൽ ആ സമയത്ത് അത് കിട്ടാൻ ഒരു സാധ്യതയില്ല. ഞങ്ങളുടെ ഈ വിസ എവിടെ പോയെന്നും എങ്ങനെയായെന്നും ഒരു അറിവും ഇല്ലാത്ത ഇരുട്ടി തപ്പിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ മാതാവിൻ്റെ കൃപ കൊണ്ട് ആ വ്യക്തി ഞങ്ങൾക്കത് പറഞ്ഞു തരാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ആ 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് എറണാകുളത്തെ കസിൻ അവിടെ വന്ന് ആ വിസ ഫോണിലെ രേഖകളൊക്കെ കാണിച്ച് അത് വാങ്ങിച്ച് ഞങ്ങൾക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി തന്നു. ഈ 3 കാര്യങ്ങളും എൻ്റെ മകളുടെ നിയോഗമായിരുന്നു. ഈ 3 കാര്യങ്ങൾ സാധിച്ച മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഭാര്യ 2022 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു 6 നിയോഗങ്ങൾ വെച്ച്. പക്ഷേ അവർക്ക് ഏറ്റവും വലിയ നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാനാണ്. ഞാൻ പ്രിൻറ്റിങ് യൂണിറ്റ് നടത്തുന്ന ആളാണ്. വർഷങ്ങളായിട്ട് ബിസിനസ് ഈ ഒരു സ്വന്തമായിട്ട് ഇതുവരെ യൂണിറ്റ് തുടങ്ങാനായിട്ട് ഞാൻ പലവട്ടം ബാങ്കുകാരെ സമീപിച്ചാണ്, ആരും എനിക്ക് ലോൺ തന്നില്ല. അങ്ങനെ എൻ്റെ വൈഫ് ഇവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഒരു ലോൺ തരാമെന്ന് പറഞ്ഞു. അത് ആദ്യം നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കണം. പ്രോജക്റ്റ് റെഡിയാക്കി കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ ലോണാണ്. സർക്കാരിൽ അത് സമർപ്പിച്ച് അവരത് വായിച്ച് നോക്കി അത് കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രമേ തരത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഈ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്ത ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞത് 14 പ്രോജക്റ്റ് ഞാനിപ്പോൾ ചെയ്തു, സർക്കാരിൽ അപേക്ഷിച്ചു, ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. പിന്നെ ചുമ്മാ വേണേൽ കൊടുക്കാം, കാരണം ഇതുവരെ കൊടുക്കുന്നില്ല. കാരണം കൊറോണ കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ട് ആർക്കും അവർ ലോൺ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് കൃപാസന മാതാവിനോടുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ മരിയൻ എന്നാണ് ഈ യൂണിറ്റിന് പേരിട്ടത്. അതുകൊണ്ട് അത് കൊടുത്ത് ഇതിൻ്റെ പേരും എല്ലാം കൊടുത്ത് ഞങ്ങളത് പ്രോജക്റ്റ് കൊടുത്ത് ഞങ്ങളുടെ മാത്രം അവിടെ പ്രോജക്റ്റ് സർക്കാർ അംഗീകരിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ലോണാക്കി. ഞങ്ങൾക്ക് 3 ലക്ഷം രൂപയോളം വേണമായിരുന്നു മിഷന്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പൈസയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് അവിടെ ചെന്നപ്പോഴത്തേന് പറഞ്ഞൊരു കാര്യം ഇച്ചിരി കൂടുതൽ എമൗണ്ട് കൂട്ടി വെച്ചു, കുഴപ്പമില്ല, ചിലപ്പോൾ അതിൻ്റെ ഒരു പകുതി ചിലപ്പോൾ കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 6 ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് ആ 6 ലക്ഷം രൂപയിൽ 1 രൂപ പോലും കുറയാതെ കംപ്ലീറ്റ് തുക ഞങ്ങൾക്ക് അവിടുന്ന് അനുവദിച്ച് തന്നു. അത് മാതാവിൻ്റെ വലിയൊരു കൃപയാണ്. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ പ്രശ്നത്തിൽ ഒരുപാട് കൃപ മാതാവ് തന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിയോഗം വെച്ചതല്ല, പക്ഷേ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചാണ്. ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ അന്ന് ഞങ്ങൾക്ക് മോനൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ ക്യാമ്പുണ്ടായിരുന്നു ഭരണങ്ങാനത്ത് വെച്ച്. ആ ക്യാമ്പിൻ്റെ ഇടയ്ക്ക് അവന് കാല് ക്ലോസറ്റ് വീണിട്ട് അവൻ്റെ കുതിഞ്ഞരമ്പ് ഉൾപ്പെടെ 3 ഞരമ്പ് കട്ടായിപ്പോയി. അപ്പം ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു. ഇവനെ ഞരമ്പ് മുറിഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത്. അവർ വിളിച്ചിട്ട് പറഞ്ഞു മോന് ഇങ്ങനെ വീണിട്ട് കാലേന്
ഒരു ചെറിയ പൊട്ടലുണ്ട്, ഞങ്ങളതുകൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ സാഹചര്യത്തിൽ അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കിന് അവർ പറഞ്ഞു ഇവിടെ എടുക്കത്തില്ല, നിങ്ങൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും മാനസികമായി കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് സീരിയസ് ആണ്, ഞരമ്പ് മുറിഞ്ഞു പോയത്, കുതിഞ്ഞരമ്പ് മുറിഞ്ഞു പോയത്, കൂടെ ചെറിയ 3 ഞരമ്പ് കൂടെ മുറിഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എത്തിക്കുകയുള്ളൂ. പക്ഷേ ഇവർ ഞങ്ങളെ വിളിച്ചിട്ട് ഈ ഫോൺ കട്ടാകാതെ ഇവർ സംസാരിക്കുന്നത് മൊത്തം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക, ആംബുലൻസ് വിളിക്കുക, ബ്ലഡ് ഒരുപാട് പോയല്ലോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് വീണ് കാലിന് ചെറിയ പൊട്ടലേ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് ആപ്പാടെ ടെൻഷനായിപ്പോയി. ഞങ്ങൾ ഈ കാറും എടുത്തുകൊണ്ട് ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം എൻ്റെ കൺട്രോൾ പോയിട്ട് വണ്ടി ഒരു മതിലിൻ്റെ സൈഡിൽ കൂടെ കയറി. അതിനകത്ത് എങ്ങനെ ആ വണ്ടി അങ്ങനെ പോയെന്നും എങ്ങനെ നിന്നൊന്നും എനിക്കറിയത്തില്ല. വണ്ടി ഒരു ചെള്ളക്കകത്ത് താന്ന് നിന്ന്, അല്ലെങ്കിൽ അത് എതുവഴി ചെന്ന് എവിടെ ചെന്ന് ആർക്കിട്ടേലും ഇടിച്ച് അവർക്കും പരിക്ക് പറ്റി. ആ സമയത്തൊക്കെ വഴിയിൽ ഒരു മനുഷ്യർ പോലും ആ സമയത്തില്ലായിരുന്നു. വണ്ടി അവിടെ കൊണ്ട് നിന്നുപോയി. അതുകൊണ്ട് അതിന് വേറെ അപകടമൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ ഈ കാർ എടുത്തത് കൃപാസന മാതാവിൽ ഉടമ്പടി നിയോഗം വെച്ചിട്ട് എടുത്തതാണ്. അതുകൊണ്ട് ആ കാർ അമ്മ മാതാവ് സംരക്ഷിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആർക്കും ഒരു പരുക്ക് പോലും ഇല്ലാതെ അമ്മ അവിടെ ഞങ്ങളെ സഹായിച്ച്. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേറൊരു ടാക്സി അടുത്തുള്ളവർ അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റൽ ആ പൈസ പോലും, ആ ടാക്സി കാശ് പോലും അദ്ദേഹം മേടിക്കാതെ ഞങ്ങളെ അവിടെ കൊണ്ടിറക്കി. അത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും അവൻ്റെ അവസ്ഥ അവർ വീഡിയോ എടുത്ത് കാണിച്ച്. കാരണം കാല് അത്ര ഒരു വലിയൊരു മീനിൻ്റെ വാ പൊളിച്ചിരിക്കുന്ന പോലാണ് അവൻ്റെ കാല് മുറിഞ്ഞിരുന്നത്. അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, 1 ലക്ഷം രൂപയോളാവും. എൻ്റെ ആ പാടെ 1000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 1 ലക്ഷം രൂപ ഉടനെ അടയ്ക്കാനില്ല. പിന്നെ സ്കൂളിൽ നിന്നായതുകൊണ്ട് അവർ പറഞ്ഞു പിന്നെ അടച്ചാൽ മതി. എനിക്ക് അവൻ്റെ കാല് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ മേല. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായിപ്പോയി. കാരണം ഉടമ്പടി എടുത്തിട്ടും ഞങ്ങൾക്കിത് സംഭവിച്ചല്ലോ എന്ന് ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് ഉടമ്പടി പുതുക്കിയിട്ട് പോയ ദിവസമാണ്. അപ്പം ഞങ്ങൾ അത്രയും സംഭവിച്ചല്ലോ, അന്ന് തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിപ്പോയി. എന്നാലും ഞങ്ങളത് മാതാവിന് സമർപ്പിച്ചു. അവൻ്റെ ഓപ്പറേഷനുള്ള പൈസ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബന്ധുക്കൾ വഴിയും ഒക്കെ അറേഞ്ച് ചെയ്ത് എനിക്ക് അതിനകത്ത് 1 രൂപ പോലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ കാല് ഡോക്ടർമാർ പറഞ്ഞു ക്ലോസറ്റ് വീണതായത് കാരണം ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇൻഫെക്ഷൻ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അതിന് ബ്ലഡ് ലീക്ക്, ഞരമ്പിൽ നിന്ന് ഡയറക്റ്റ് ഈ ഇൻഫെക്ഷൻ കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഭയങ്കര കട്ടിയുള്ള ആൻറ്റിബയോട്ടിക്കാണ് അതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവനത് കഴിച്ചിട്ട് തളർന്ന് കിടക്കുകയായിരുന്നു. ഈ 3 ആഴ്ചത്തോളം ഡോക്ടർ പറഞ്ഞത് കമന്ന് തടന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ പരുവത്തിൽ കിടന്ന് അവന് അപ്പം ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ കെയറായിട്ട് നോക്കണം എന്നെല്ലാം പറഞ്ഞാണ് വിട്ടത്. പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് ഡോക്ടർക്ക് പോലും അത്ഭുതമായിപ്പോയി. ഇത് എത്ര പെട്ടെന്ന് ഇത്രയും മുറിവ് കരിയണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് 1 വർഷമൊക്കെയാണ് അത് കാലൊന്ന് സ്ട്രെച്ച് നടക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ. എങ്കിലും ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് അവൻ്റെ ആ സ്റ്റിച്ചിട്ട് യാതൊരു ഇൻഫെക്ഷനും ഇല്ലാതെ അത് കരിഞ്ഞ് അവർക്ക് ഡോക്ടർക്ക് തന്നെ അതിശയമായിപ്പോയി. കാരണം അവർ കൂടുതൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ല. ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, കുഴപ്പമില്ല, കാലം അതുപോലെ സൗഖ്യമായിട്ടുണ്ട്. അവന് മാതാവിന് അതുപോലെ കൃപ കൊടുത്ത് അവന് ഇവിടെ വന്ന് കൃപാസന പരീക്ഷ എഴുതുന്ന ഓരോ സമയത്തും അവനെ പഠിത്തത്തിലൊരത്ര കേമനൊന്നുമല്ല, അത്യാവശ്യം ജയിക്കും. എന്നാൽ ചില വിഷയത്തിനൊക്കെ ചിലപ്പോൾ കഷ്ടിച്ച് മാർക്കേ കാണത്തുള്ളൂ. പക്ഷേ അവന് +1 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ നേരം അവൻ പറഞ്ഞ് എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം, അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കണം, കാരണം എൻ്റെ കഴിവിൽ എനിക്കിത് ജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ച് ഞങ്ങളിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ച് അവനെ സാധാരണ ഇതിൽ അവൻ്റെ പഠിത്തം വെച്ചാൽ 2 or 3 പോലും കിട്ടാൻ സാധ്യതയില്ലാത്തടത്ത് അവൻ 9 A+ഉം 1 A കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ച്. അതാണ് അവന് നല്ല വിശ്വാസമായി. അവനെപ്പോഴും പറയുന്നത് എൻ്റെ കഴിവല്ല, മാതാവ് തന്നതാണ്. കാരണം അവൻ അങ്ങനെ പഠിക്കുന്നവനൊന്നുമല്ല, ഒരു കുത്തിയിരുന്നൊരു അരമണിക്കൂർ പോലും പഠിക്കുകയില്ല. അതുപോലെ തന്നെ +1 പരീക്ഷയുടെ 3 മാസത്തെ ക്ലാസ് അവന് ഈ കാലിൻ്റെ മുറിവ് കാരണം പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എങ്ങനെയും ജയിക്കുവോ പരീക്ഷ എഴുതുമോ ഒന്നും അറിയാൻ മേല. ടീച്ചർമാർ തന്നെ പറഞ്ഞത് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുക, കാരണം 3 മാസത്തെ ക്ലാസ് പോയതല്ലേ, എന്തെങ്കിലും എഴുതാനാ. പക്ഷേ അവന് മാർക്ക് വന്നപ്പോൾ അവൻ എല്ലാത്തിനും ജയിച്ചു. 2 എണ്ണത്തിന് A ഉണ്ട്. കാരണം അവൻ പോലും പ്രതീക്ഷിച്ചില്ല അത്രയും മാർക്ക് കിട്ടുന്നത്. 360 ദിവസം സ്കൂളിൽ പോയ പിള്ളേർക്ക് പോലും അത്രയും മാർക്ക് കിട്ടുന്നില്ല. അവിടെയും മാതാവ് അവനെ, ഞങ്ങളെയും കുടുംബത്തെയും എല്ലാം ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയമാകും. എന്നാലും വളരെ കണക്ട് ചെയ്താണ് മാതാവ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തെരുവിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ആശുപത്രി പോയി രോഗികളെ കൊണ്ട് അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളും കൊണ്ടിച്ച് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പത്രം ഞങ്ങൾ എല്ലാ മാസവും മേടിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് നിന്നാണ് പത്രം കൊടുക്കുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. രാവിലെ എഴുന്നേറ്റ് കൃപാസന മാതാവിൻ്റെ ഈ ഇവിടുത്തെ ഡെയിലി ബ്ലെസ്സിങ് അച്ഛൻ്റെ കൂടാറുണ്ട്. അതുപോലെ തന്നെ ധ്യാനവും കൂടാറുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾ മറ്റുള്ളവർക്കൂടെ വേണ്ടി ഇവിടെ കൂടെ പോകുന്ന എല്ലാ പിള്ളേർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരുപാട് കൃപ തന്ന ഈ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.
കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ഉടമ്പടി എടുത്തിട്ട് കറക്റ്റ് 1 വർഷത്തിനുള്ളിൽ മാതാവ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തന്നു. എൻ്റെ പേര് ഡോണ ജിബി. ഞാൻ ഈ ഓഗസ്റ്റ് 1 ജർമ്മനിക്ക് പോവാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്തും എല്ലാം ചെയ്തു തന്നതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി. അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 ദൈവം നമ്മുടെ രക്ഷയുടെ കവചമാണ്. ഉടമ്പടിയിൽ നമ്മെ കാത്തു രക്ഷിക്കുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു കരുതലും ഒരു സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ ഇടപെടലിലൂടെ ദൈവം നമ്മെ ഒരു ആത്മീയ കവചം പോലെയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ഉടമ്പടി പ്രാർത്ഥനകൾ വഴി ദൈവത്തിൻ്റെ വലതു കൈയാണ് നമ്മെ താങ്ങുന്നത്. പ്രാർത്ഥനയിൽ വിശ്വസ്തരാകുമ്പോൾ നമ്മൾ വീഴാതെ നിലനിൽക്കാനും താങ്ങി നിർത്താനുമുള്ള ഒരു കൃപയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിച്ച ദൈവകൃപയുടെ ഒരു വലിയ സാക്ഷ്യമാണ് ജിബി ഫിലിപ്പ് എന്ന സഹോദരനും കുടുംബവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമായിട്ട് ഈ അച്ഛനും അമ്മയും വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് മക്കളെ ഉടമ്പടിയിലേക്ക് നയിക്കുകയുമാണ്. അങ്ങനെ ഉടമ്പടി വന്നതിന് ശേഷമാണ് മകൾ ഡോണ ജിബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. കാരണം B2 എക്സാം 2 പ്രാവശ്യം എഴുതി, ബട്ട് കിട്ടിയില്ല. പിന്നീടാണ് ഉടമ്പടി എടുക്കാനായിട്ട് അച്ഛനമ്മയും പറഞ്ഞതിന് ശേഷം ഈ മകള് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷം 3ാം അറ്റംപ്റ്റിൽ ഈ മകൾ പാസ്സാവുകയാണ്. പിന്നീട് പറഞ്ഞത് ഈ മകൾ പറഞ്ഞതിന് പറയുകയാണ് എങ്ങനെയാണിത് പാസ്സായത്. അതായത് 4 മൊഡ്യൂൾ എഴുതേണ്ടപ്പോഴത്തേന് 2 മൊഡ്യൂൾ എഴുതി 2 മൊഡ്യൂൾ കിട്ടുന്നില്ല. അങ്ങനെ ഡേറ്റ് ഇട്ടപ്പോഴത്തേനും ആ ഡേറ്റ് കിട്ടാതാവും, പിന്നീട് മാറിപ്പോവുകയും സാഹചര്യങ്ങളിലാൽ പിന്നീട് 7 എന്ന ഡേറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ആ കിട്ടാതിരുന്ന മൊഡ്യൂൾ കിട്ടിയത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണ്. കാരണം 7 എന്ന ഡേറ്റ് നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30. അങ്ങനെ തന്നെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും 7 എന്ന ഡേറ്റ് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ 7 എന്ന ഡേറ്റ് മാറ്റി കിട്ടിയപ്പോൾ ഈ മകൾക്ക് തന്നെ ഒരു വിചാരം വന്നു, അത് അമ്മയുടെ ഒരു ഇടപെടൽ എൻ്റെ കൂടെയുണ്ട്, അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന്. അങ്ങനെയാണ് 7-ാം തീയതി ആ കിട്ടാതിരുന്ന മൊഡ്യൂൾ എഴുതിയെടുക്കാനും അത് പാസ്സാകാൻ സാധിക്കുന്നു. അങ്ങനെയാണ് B2 കംപ്ലീറ്റ് ആയത്. പിന്നീട് ഒരു ലോങ് ഡിലേ ആണ്. 7-ാം തീയതി ഇത് എഴുതി കിട്ടി, പക്ഷെങ്കിൽ വിസ കിട്ടുന്നില്ല. അവിടെ വീണ്ടും ഡിലേ വന്നു. പിന്നെ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ്, ഒത്തിരി തടസ്സങ്ങളാണ്. ചങ്ങനാശ്ശേരിയിൽ വന്ന വിസ പിന്നെ തിരിച്ചു പോയി. പിന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പക്ഷേ ഈ മക്കൾ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ച് ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീടാണ് അമ്മയുടെ കൃപയാൽ വിസ കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ അമ്മയുടെ ഇടപെടലിൽ കൂടെ തന്നെയാണ് പെട്ടെന്ന് ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം വിസ സാധാരണ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഒരു സാധ്യതയുമില്ല. പക്ഷേങ്കിൽ ഇവരുടെ കാര്യത്തിൽ അവിടെയും അമ്മയുടെ ഇടപെടലിലൂടെ പ്രാർത്ഥനയിലൂടെ ആ വിസ മറ്റൊരു വ്യക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും തക്ക സമയത്ത് ഇവിടെ കൈവശം എത്താൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മകള് ഓഗസ്റ്റ് 1 ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയാൻ അമ്മയുടെ സന്നിധിയിൽ വരാൻ സാധിക്കുകയും ചെയ്തത്. പിന്നെ ഉണ്ടായിരുന്ന ബിസിനസ്സിൻ്റെ കാര്യമാണ്. ഒരു സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ പ്രോജക്റ്റ് എഴുതിയ വ്യക്തി തന്നെ പറഞ്ഞു, 14 പ്രോജക്റ്റ് ഞാൻ എഴുതി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്, ദർ ഇസ് നോ പോസിബിലിറ്റി. പക്ഷേങ്കിൽ അവിടെയും നമുക്ക് മെറിറ്റില്ല, ഒരു പ്രതീക്ഷിക്കേണ്ട വകയില്ല എന്ന് പറയുമ്പോഴും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നോ മെറിറ്റ് ഇല്ലാത്തപ്പോഴേ ഗ്രേസിൽ വർക്കൗട്ട് ചെയ്യും. അവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. 14 പ്രോജക്റ്റ് എഴുതി റിജക്റ്റായ ആ മനുഷ്യൻ തന്നെയാണ് വീണ്ടും ഇവർക്കായിട്ട് പ്രോജക്റ്റ് എഴുതുന്നത്. പക്ഷേങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ പ്രോജക്റ്റിന് മരിയ എന്ന പേരാണ് ഇട്ട് സബ്മിറ്റ് ചെയ്തത്. ഒരു പക്ഷേ ഇവരുടെ പ്രാർത്ഥനയുടെയും ഉടമ്പടി ജീവിതത്തിൻ്റെയും ആ വിശ്വസ്തത കണ്ടാവാം ആ പ്രോജക്റ്റ് സാങ്ഷൻ ആവുകയും പെട്ടെന്ന് തന്നെ ലോൺ പാസ്സാവുകയും അങ്ങനെ സ്വന്തം ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വഴി അമ്മ മാതാവ് തുറന്നു കൊടുക്കുകയാണ്. അപകടത്തിൽപ്പെട്ടപ്പോഴും ഇവരുടെ ജീവിതത്തിൽ മാതാവിൻ്റെ ഈശോയുടെ ഒരു വലിയ സംരക്ഷണം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മകൻ്റെ പഠിത്തത്തിലും അതുപോലെ തന്നെ +2 റിസൾട്ട് വന്നപ്പോഴും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ നല്ല റിസൾട്ട് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ പരിചയം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. അവിടുത്തെ വാത്സല്യമാണ് നമ്മെ വലിയവരാക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുന്നത്. ദൈവം നമ്മെ മാറ്റി ഒരു പുതിയ ആത്മീയതയിലേക്ക് വിളിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. കൃപാസനം ആത്മീയത നമ്മെ
വിശ്വാസത്തിലേക്കുള്ള ഒരു ഉണർവിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. ഒരു ആത്മീയതയിലേക്ക് ഉള്ള ഒരു ഉണർവാണ് നമുക്ക് നൽകുന്നത്. എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുന്ന് വലത് കൈ എന്നെ താങ്ങി നിർത്തി. ആ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞ ഒരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ താങ്ങി നിർത്തുന്ന ആ ദൈവത്തിൻ്റെ വലത് കൈ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വാത്സല്യമാണ് നമ്മെ വെളിവനാക്കുവാൻ നമുക്ക് വിശ്വസിക്കാം. ജിബി ഫിലിപ്പിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.